ഈ ബോത്തിയാണ് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഹൈലൈറ്റ്. നൂറ്റാണ്ടുകളുടെ പഴക്കം കാണും. കുറച്ച് പേർക്ക് കിടക്കാനുള്ള സ്ഥലം, ഒരു ചെറിയ കിച്ചനും പുറകുവശത്ത് ടോയ്ലറ്റ്സൊക്കെ ആയി അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ചെറിയ ബോത്തി. നമ്മളെ കയ്യിൽ ടെൻ്റ് ഉള്ളത് കാരണം നമ്മൾ ഇന്നലെയും ടെൻറ്റിലായിരുന്നു ഉറക്കം. അവിടുന്ന് ഒരു കാപ്പിയൊക്കെ ഇട്ട് ഞങ്ങൾ ആ ഗ്രാമമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. തിരിച്ചെത്തി ഇനി ആപ്പിൾ ക്രോസ് ലക്ഷ്യം വെച്ചുള്ള ഒരു ലോങ് ഡ്രൈവാണ്. NC500 യാത്രയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും വൈൽഡ് ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ. പോകുന്ന വഴി ഒരു ബോർഡ് കണ്ട് ഒരു ചെറിയ ഡൈവേർഷൻ എടുത്തപ്പോൾ ഞങ്ങൾ ഈ ഗംഭീര വെള്ളച്ചാട്ടത്തിൽ എത്തിപ്പെട്ടു. യാത്രയിലെ ഇങ്ങനെ ചില ഡൈവേർഷൻസൊക്കെ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. അവിടെ കുറേ നേരം ചിലവഴിച്ച് ഞങ്ങൾ ഡ്രൈവ് തുടർന്നു. ഈ സ്ഥലമാണ് ആപ്പിൾ ക്രോസ്. സത്യത്തിൽ ഇതിന് ആപ്പിളുമായി പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. സ്കോട്ടിഷ് ഹൈലാൻഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങോട്ടുള്ള വഴിയും ഈ ഗ്രാമത്തിലെ താമസവും. പോകുന്ന വഴിയിൽ നിന്നും അല്പം മാറി ലേക്ക് സൈഡിൽ കണ്ട ഈ സ്ഥലത്താണ് ഇന്ന് രാത്രിയിലെ താമസം. ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല തണുപ്പത്തൊരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഞങ്ങൾ ആ രാത്രി അടിപൊളിയാക്കി. ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു റെമഡി എപ്പോഴും ഇങ്ങനത്തെ യാത്രകളാണ്. പോയി തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ റീസെറ്റ് ആയിട്ടുണ്ടാവും. ഒരു വട്ടം വന്നാൽ പിന്നെയും പിന്നെയും വരണം തോന്നിക്കുന്ന എന്തോ ഒരു മാജിക് ഈ നാടിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. NC500 സീരീസ് ഇവിടെ തീരുകയാണ്. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. ബൈ.